നീ എന്തിനാ അവളിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കണത്? ഒരു രസം, പണ്ട് മുതലുള്ള ശീലമല്ലേ. അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറെ ഓർമ്മ വരും. ആ പ്രസരിപ്പും കുസൃതിയും. ഇവളുടെ പ്രായത്തിൽ സാറ് ഇതുപോലെ തന്നെയായിരുന്നു. ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കയറി കണ്ടാലോ എന്ന് വിചാരിക്കും. അതെങ്ങനെ വാതക്കല് കഴുകനെ പോലെ നിൽക്കല്ലേ ആ ഗൃഗറി. ഞാനും സാറാന്റെ കണ്ടിട്ട് ഒരുപാട് കാലായി. ഇവിടെ ചുറ്റിപ്പറ്റി ഇന്നല്ലേ എന്റെ ലൊട്ടിലോർക്ക് വേലയൊക്കെ മുടക്കും. നാളെ കാണാം പാപ്പ. എന്റെ ലൂയങ്ങളെ ആ സ്റ്റീം എഞ്ചിൻ ഒന്ന് നിർത്ത്. കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കുക. തവള ഭാസ്കരേ. ഭാസ്കര, എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ സച്ചി? അവൻ ആരാ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ? ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ. അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ തബല ഭാസ്കരൻ, അല്ലതല്ലോ ഈ. എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കൊരണക്കുറ്റി നോക്കി ഒരു പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങും ഇല്ലെന്നേ. കറങ്ങും. മോനെ സച്ചൂട്ടാ, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപ എവിടെ? ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏടോ പോടെന്നൊക്കെ വിളിച്ചാണ്ടല്ല. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കടോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇതാണ്ട സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ. ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിട്ടില്ല മോനെ. ഊതാൻ ആ കാശോന്റെ കള്ളു കുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യോടാ? നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി വന്ന് 40 രൂപ വെച്ച് ഞാൻ കള്ളുടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല. ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാടാ അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി എടുക്കണോ? ചേച്ചി തവല എടുക്ക്. എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്. ആശുപത്രി കൊണ്ടുവന്ന് എന്റെ പട്ടി വരും. ഓ, ഗ്രിഗറി ജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്കുക? അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. താനെന്താ വൈകിയത്? ഞാൻ എപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ. എടോ, സംഗതി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ. കൃത്യനിഷ്ഠ പാലിക്കണം. ഞങ്ങളുടെ തൊഴിൽ പോയപ്പോ നേതാവിന് ഒരു തൊഴിലായി. എടോ, താൻ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നതല്ല. വിളിയണോ മുദ്രാവാക്യം? ധീര വീര നേതാവേ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. മിഠായിയാണ്, 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 മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഇൻക്ലാബ്, ഇൻക്ലാബ്, ഇൻക്ലാബ് സിന്ദാബാദ്. ഒന്നിന് താ മുദ്രാവാക്യം വിളിയിടൂ. ഇനി മുദ്രാവാക്യം വിളിച്ച ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ല് ചെല്ല്, ഇവിടെ നാറ്റിക്കണ്ട. ചെല്ല്. വിജയം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും. സമരം എന്താ വല്ല രക്ഷ? ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു. പോയി നോക്കാം. വിട്. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. വെടിയുടെ മുന്നിൽ
ഇത് എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കെട്ടി. ഇത് എവിടെ നിന്ന് ചൂണ്ടിയതാ? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കിട്ടും. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണേ നിന്റെ പാന്റും പിടിക്കണേ. അയ്യേ പെണ്ണുങ്ങള്, ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ ഇതെന്താ ഉള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവിട്ടാ. അത് ശരി, നിനക്ക് ഇത് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞേ. ഓ ഞാൻ ഡീസന്റ് ആയിക്കോളാം. വൃത്തിയിട്ടവനെ കുറെ നേരം ആയാലും ഉള്ളിലോട്ട് നോക്കി അശ്ലീലം കാട്ടുന്നത്. എന്താ എനിക്ക് വേണ്ടത്? സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ? എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. നമസ്കാരം. ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാർ, ഇരിക്ക്. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യ? അല്ല, ഞാനൊന്ന് പറഞ്ഞില്ല, ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറേ എനിക്ക് വാക്ക് തന്നതല്ലേ. ആ പോസ്റ്റ് പോയടോ. പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വെച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാൽ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നിങ്ങ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതഴിച്ച് ഇങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചാൾ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലമായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ വല്ല പണി കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ, നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങനെ തലയേറ്റാ മതി. കുറച്ച് എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. നാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, അടിച്ചൊന്നും വീഴല്ലേ. കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ടാ കുളിക്കാണ്ട് കയറി നിരുന്നോ. Welcome back. Hey, look at the funny chat, baby. Hi.
ഓ എന്നെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ? കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു കണ്ടു. ഏതടാ കൂടെയുള്ള ഐശ്വര്യ റോയ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ, അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോവോ? സ്റ്റെപ്പ് ഇൻ ഡാർലിംഗ്. താങ്ക് യു. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണോർന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്, അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത കുഞ്ഞാറച്ചന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞ 1000 രൂപ കടം വാങ്ങിച്ചു കൊടുത്തുട്ടാ കഴിവറമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ നൂര്. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇവിടെ Please, one pizza and 2 cokes. ആരെ ചില്ലോട് കൊടുന്ന് വെച്ച? Anything else? Okay. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യാ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണ് റൂബറുണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനെടുത്ത പണിക്കാരനല്ലേ, എന്നിട്ട് കുറ്റം പറയണേ? മുഖംമൂടി ഇട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ അനിയാ? Don't disturb us. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. Oh, poor chap. Give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. Look darling, I'm giving him $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ട ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു